വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലാപ്പറമ്പ് മുതൽ പന്തീരങ്കാവ് നമ്മുടെ ടോൾ ഗേറ്റ് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോൾ ഗേറ്റ് പരിസരത്തുള്ള ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പോൾ ഒരു 3 വരിയിൽ അതിശക്തമായ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു. മലാപ്പറമ്പ് ജംഗ്ഷന് ആ ഒരു ഓവർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് ഇപ്പോൾ വയനാട് നിന്ന് കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓവർ പാസേജിൻ്റെ മുകളിൽ അതിശക്തമായ ട്രാഫിക് ബ്ലോക്ക് പലപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ സിഗ്നലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഓവർ പാസേജിൻ്റെ ഭാഗത്തുള്ള വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു. അതേസമയത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്ത് കടന്നു വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു ഗുഡ്സ് പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ആശങ്കയാണ് ഈ സൈഡിലേക്ക് പോകുമ്പോൾ. കാരണം സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്ക് ഈ സർവീസ് റോഡിലുള്ള വാഹനങ്ങൾ എങ്ങനെയാണ് തിരിച്ചു കയറുക എന്നുള്ള ഒരു ഡൗട്ട് പലപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡും ഇല്ല. അത് കൃത്യമായി അതേ സ്ഥാനത്ത് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും ഒരു ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ഒരു മലാപ്പറമ്പ് ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ആ ഭാഗത്തേക്ക് കടക്കേണ്ടതുണ്ട്. ആ കടന്നു കഴിഞ്ഞാലാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഈ മലാപ്പറമ്പ് ലെഫ്റ്റ് സൈഡിൽ, അതായത് തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഇവിടെ വാഹനങ്ങൾ കൺഫ്യൂഷൻ ആവുകയാണ്. സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് നമ്മളെ ദേശീയപാതയിലേക്ക് എൻട്രി ആവുക എന്ന്. കാരണം ഇവിടെ ഡെഡ് ലൈനായിട്ടാണ്, അതായത് സർവീസ് റോഡ് അവിടെ വന്ന് അവസാനിക്കുകയാണ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ. അപ്പോൾ ഇവിടെ വർക്ക് നടക്കാൻ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നേരെ നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകണം. അതിനിടയിൽ ഇവിടെ ഒരു സിഗ്നലുണ്ട്. അതായത് ദേശീയപാതയിൽ ഈ ഭാഗത്തൊരു ട്രാഫിക് ബ്ലോക്ക്, ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ വാഹനങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം കണ്ടോ, ഇത് കോഴിക്കോട് ടൗൺ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ജംഗ്ഷനാണ്. ഇവിടെ പലപ്പോഴും ഇതാണ് അവസ്ഥ. ആരും വിട്ടുകൊടുക്കില്ല, അതാണ് പ്രശ്നം. ഒരാൾ കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ക്ഷമയില്ല. എല്ലാ ആളുകൾക്കും ഒരേ സമയം പോകണം. അത് അങ്ങനെ ധൃതി പിടിച്ച് പോകുമ്പോഴാണ് ഇതാരും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കുടുങ്ങുന്നത്. പലപ്പോഴും ഈ സത്യം പറയാം, ഒരു അരമണിക്കൂർ ഒരു ട്രാഫിക് പോലീസ് ഇല്ലെങ്കിൽ ഈ ജംഗ്ഷനുകൾ പലപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഒരാൾ ഒരു യൂ ടേൺ അടിക്കും വന്നാൽ അയാൾ യൂ ടേൺ അടിക്കട്ടെ, എന്നിട്ട് എനിക്ക് പോകാം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് ഇപ്പോൾ യൂ ടേൺ അടിക്കുമ്പോൾ അവൻ്റെ വണ്ടിയുടെ പിറകിൽ കൂടി ബൈക്കുകാരൻ പോവും, അവൻ്റെ മുന്നിൽ കൂടി പോവും, അവന് സൈഡിൽ കൂടി പോവും. അങ്ങനെ അവന് മുന്നോട്ടെടുക്കണോ പിറകോട്ടെടുക്കണോ എന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പലപ്പോഴും ബൈക്കുകാർക്കാണ് ആ ഒരു നമ്മളും ബൈക്ക് ഓടിക്കുന്നതാണ്. എന്നിരുന്നാൽ ഏറ്റവും കൂടുതൽ ബൈക്കുകാർക്ക് ആ ഒരു വൃത്തികെട്ട ശീലം. ഒരാൾ യൂ ടേൺ അടിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പിറകിൽ കൂടി അല്ലെങ്കിൽ മുന്നിൽ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും റോഡിൽ നിന്ന് അയാൾ വളച്ചെടുക്കാനോ വേറെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടും ഈ റോഡുകളിൽ പലപ്പോഴും ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ്, 6 വരിയും പൂർണ്ണമായും കഴിഞ്ഞ്, ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു, അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു. ലൈറ്റൊക്കെ ഓണായി കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ രാത്രി കാലത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അടുത്ത ജംഗ്ഷനിലും ഇത് തന്നെയാണ് അവസ്ഥ. അടുത്ത ജംഗ്ഷനല്ല, നേരത്തെ കണ്ട നമ്മൾ ആ ഒരു ജംഗ്ഷൻ തന്നെ. ആ ജംഗ്ഷനിലുണ്ട 3 ട്രാക്ക് ഉണ്ട്. 3 ട്രാക്കാണെങ്കിലും അത് 4 ട്രാക്കാക്കിയിട്ട് നമ്മളെ വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം ബലിയാക്കുവാന്നാണെങ്കിലേ. അപ്പോൾ 3 ട്രാക്കുള്ളത് ഇപ്പോൾ 1 2 3 4 ട്രാക്ക് ഇപ്പോൾ കറക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് പോലീസുകാരനുണ്ട്. എന്നാലും ചില ആൾക്കാരുണ്ടല്ലോ ട്രാഫിക് പോലീസുകാർ, ഈ VIP എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ കണ്ടു. ട്രാഫിക് പോലീസുകാരെ കൺട്രോൾ ചെയ്തിട്ടും അവന് നിർത്താതെ അവന് കൈയൊക്കെ കാണിച്ചിട്ട് ഞാൻ വലിയ ആളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തങ്ങ് പോയി. അപ്പോൾ ഈ ട്രാഫിക് മര്യാദകൾ പാലിക്കാൻ ഇന്നയാൾ എന്നൊന്നുമില്ല. ട്രാഫിക് മാനദണ്ഡം അത് പോലീസുകാരനായാലും പട്ടാളക്കാരനായാലും സാധാരണക്കാരനായാലും ട്രാഫിക് നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്.
നമ്മൾ ക്ലാസ് എടുക്കല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ പറഞ്ഞതാണ്. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ട്രാഫിക് വയലേഷൻ്റെ പല അനുഭവങ്ങളും നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉപകാരപ്പെടട്ടെ, ഇനിയിപ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഒരു തിരുത്തി ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പം ഉപദേശമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മൾ നേരെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്താണ് പോകുന്നത്. ഇവിടെയൊക്കെ എക്സിറ്റും എൻട്രി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ, ബൈക്ക്, ട്രക്ക് തുടങ്ങിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അതിനിടയിൽ കുറച്ച് ഭാഗം നമ്മൾ മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഭാഗം നമുക്ക് കറക്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാഫിക് വയലേഷൻ വീഡിയോ ചെയ്തത് അത് നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ കണ്ട് നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ ആ വീഡിയോസിനകത്ത് കണ്ടു. കണ്ടോ, 6 വരിയൊക്കെ ഓപ്പണായി. പക്ഷേങ്കിൽ സിഗ്നലും ഈ ദേശീയപാതയിൽ സത്യത്തിൽ ഈ രീതിയിൽ സിഗ്നൽ കൊടുത്തുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് അതേപോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ പ്രദേശം ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള, നമ്മളൊരു വൈകിട്ട് 4:30 സമയത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഡേറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത ഡേറ്റ് സെപ്റ്റംബർ 8 വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്കാണ്. ഈ ഭാഗത്ത് കുറച്ച് സെൻസർ എറർ കാണിച്ചുകൊണ്ടല്ല, സെൻസറല്ല GPS എറർ കാണിച്ചുകൊണ്ട് നമ്മളിത് ഒന്നാമത് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഭാഗത്തൊക്കെ ആകാശം മുട്ട ഉയരമുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കി വീഡിയോ നമ്മൾ നന്നായിട്ടങ്ങ് ഈ എറർ കാണിച്ചുകൊണ്ട് വീണ്ടും മുട്ടൻ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടങ്ങ് പൊക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മൾ ദേശീയപാതയുടെ വീഡിയോയുടെ ഭാഗം കുറച്ച് ഉയർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ കൂടുതൽ ക്ലിയറായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഉയർത്തിയത്. അപ്പോൾ ക്ഷമിക്കുക എന്നേ പറയാമല്ലോ. പിന്നെ നമ്മൾ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ തൊണ്ടയാട് ഭാഗത്തുള്ള കുറച്ചുകൂടി ഉയർന്ന ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ കാണാം എന്നുള്ള ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അത്രയേ പറയാനുള്ളൂ. പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒരു അഭാവമുണ്ട്. സർവീസ് റോഡ് ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ ഉടൻ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് അവിടെ തന്നെ ഒരുപക്ഷെ നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രദേശം. ഒരുപാട് പാറകളൊക്കെ പൊട്ടിച്ച് ഒരുപാട് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ആ താഴ്ത്തിയതിൻ്റെ അനന്തരഫലമായിട്ടാണോ പിന്നെ ആ ഭാഗത്ത് പാറ പൊട്ടിച്ച ആ ഭാഗത്ത് വിള്ളൽ സാധ്യതകളുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അവിടെ സർവീസ് റോഡ് സ്റ്റോപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ അവിടെ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് റോഡ് അവസാനിച്ച് ആ കുന്ന് നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തി വെച്ച ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്, പിന്നെ കോഴിക്കോട് ഏറ്റവും ഉയർന്ന ബിൽഡിങ്, ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിങ് കോഴിക്കോട് ടൗണിലാണെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ഗാലക്സിയോ, അപ്പോൾ അത്തരത്തിലുള്ള ബിൽഡിങ്. സത്യത്തിൽ കോഴിക്കോട് ജില്ല നമ്മൾ എറണാകുളം ജില്ല പോലെ ഒരു സിറ്റി, അത്രയും ഒരു മെട്രോപൊളിയൻ സിറ്റിയിലെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അമ്പലം ചുംബികളായ ഒരുപാട് ബിൽഡിങ്ങുണ്ടോ നിങ്ങൾ. ഇതാണ് ഹൈ ടെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇത്തരം ഹൈ ടെൻഷൻ ലൈൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഉയർത്തിയത്. ഇവിടെ നിന്നൊക്കെ വീണ് കഴിഞ്ഞാൽ, തട്ടിക്കഴിഞ്ഞാൽ താഴെ വീണ് പാണ്ടി ലോറി കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡ്രോണും നോക്കി നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് എന്താക്കിയെന്ന് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് ഉയർത്തി പൊക്കി അടിച്ചു, അങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഹൈലൈറ്റ് നമ്മൾ കാണുന്നതാണ് ഹൈലൈറ്റ് മാള്. ഹൈലൈറ്റ് മാളാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഡ്രൈവിങ് കണ്ടിട്ട് നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ, ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഡ്രൈവിങ്, ആരാണ് കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വാഹനം ഓടുന്നത്. എന്തായാലും KMC 99% വർക്ക് പൂർത്തിയായിട്ട് കേട്ടോ. നമ്മളെ വെങ്ങള റീച്ചിൽ വാഗാട് ഇപ്പോഴും ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സർവീസ് റോഡിൻ്റെ
ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിയ സ്ലാബുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വർക്കാണ് സത്യത്തിൽ ഇപ്പോൾ വാഗാട് എടുക്കുന്നത്. എന്നാലും നമ്മൾ KMC KNRC ഒക്കെ 99% വർക്ക് പൂർത്തിയാക്കി. അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്കൽ പൂർണ്ണമായും 100% തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. 99.9% വർക്കും കംപ്ലീറ്റ് ആയി. അതേപോലെ തന്നെ CCTV ക്യാമറകളൊക്കെ, എല്ലാ ക്യാമറകളും, AI ക്യാമറകൾ തുടങ്ങിയ എല്ലാ ട്രാഫിക് നിയമങ്ങൾ, സ്പീഡ് തുടങ്ങിയ എല്ലാ ക്യാമറകളും ചാലുവാക്കി അതിൻ്റെ ടെസ്റ്റ് നടത്താൻ തുടങ്ങി. കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇവിടെയാണ് ഡെഡ് എൻഡ് ആകുന്നത്. ഇവിടെ ശരിക്ക് ഹൈലൈറ്റ് മാളിനോട് തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് കുന്നിടിച്ചുകൊണ്ട് ഇതിലെയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് എൻഡാകുകയാണ് ഈ ഒരു ഭാഗത്ത് മാത്രം, അവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം. അവിടെ സംതിങ് മിസ്റ്റേക്ക്, സംതിങ് റോങ് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഡ്രോണിനൊക്കെ പ്രാവോ. ഇനി അടുത്ത നമ്മളെ പന്തീരങ്കാവ് ഭാഗത്തേക്ക്. പന്തീരങ്കാവ് നമ്മളെ ടോൾ പ്ലാസയുടെ ഭാഗത്തേക്കാണ്. ഇവിടെയും മരണ ബ്ലോക്കാണ്. ടോൾ പ്ലാസയുടെ ഈ ഒരു ഭാഗത്ത് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. ഹൈലൈറ്റ് മാള് കഴിഞ്ഞാൽ ബ്ലോക്കിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു 4 മണി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. ഈ കോഴിക്കോട് ഈ ഒരു പന്തീരങ്കാവ് മലാപ്രഭ ജംഗ്ഷൻ ഭാഗത്തൊക്കെ സത്യത്തിൽ ഒരു ഫ്ലൈ ഓവർ എല്ലാ ഭാഗത്തും, എല്ലാ ജംഗ്ഷനിലും ഫ്ലൈ ഓവറോ അണ്ടർ പാസേജോ അത്തരത്തിൽ എല്ലാ ജംഗ്ഷനും കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം കോഴിക്കോട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ലാത്ത അത്രയും ട്രാഫിക് ബ്ലോക്കുകൾ, അത്രയും ആളുകൾ റോഡ് വഴി യാത്ര ചെയ്യുന്ന, അത്രയും പ്രത്യേകിച്ച് ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകൾ, സ്കൂൾ വണ്ടികൾ, മറ്റു വാഹനങ്ങൾ, പിന്നെ അതേപോലെ തന്നെ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ തുടങ്ങിയ ഒരുപാട് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. അപ്പോൾ അവിടെ ശരിക്ക് ഒരു ഫ്ലൈ ഓവർ അണ്ടർ പാസേജ് അല്ലാത്ത വേറൊരു ഓപ്ഷനും കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പം പന്തീരങ്കാവ് ടോൾ പ്ലാസയാണ്. ടോൾ പ്ലാസയുടെ ഭാഗത്ത് ഏകദേശം 1 കിലോമീറ്റർ മുന്നേ തന്നെ വളരെ കൃത്യമായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ 6 വരിയുടെ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞാലും നമ്മൾ ഈ ഭാഗത്തൊക്കെ 3 വരിയാണ് നിലവിൽ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് ട്രാക്ക് നിങ്ങൾ കണ്ട, ലാസ്റ്റ് ട്രാക്കിൽ ഒരുപാട് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ അവിടെ ആ ഒരു ടോൾ പ്ലാസയുടെ ആ ഭാഗത്ത് കുറച്ച് ക്ലോസ് ചെയ്ത ഭാഗമാണ്. ആ ക്ലോസ് ചെയ്തതിൻ്റെ പുറകിൽ ഓരോ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ 1-2 വാഹനങ്ങൾ ക്ലോസ് ചെയ്ത ഭാഗത്ത് നിർത്തുക. അതിൻ്റെ ബാക്കിൽ ഓരോ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കണ്ട സർവീസ് റോഡിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടെന്നുണ്ട. ഇവിടെ കണ്ട കംപ്ലീറ്റ് വാഹനങ്ങൾ വെറുതെ നിർത്തിയിട്ടാണ്. ഇതൊന്നുമല്ല, നമ്മൾ അതിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് വാഹനങ്ങൾ, ഇതെല്ലാം വെറുതെ നിർത്തിയിട്ട വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ആവുന്നത്. പിന്നെ ഈ ടോൾ പ്ലാസയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരു ടോൾ പ്ലാസയുടെ ആ ഒരു ഗേറ്റിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനങ്ങൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ, ഇതൊക്കെ വെറുതെ, അതായത് ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് നിർത്തിയിട്ടാണ്. അതിനിടയിൽ ഈ പന്തീരങ്കാവ് ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം ഒരുപാട് ആളുകൾ സർവീസ് റോഡിലൂടെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ട് എന്തോ ഒരു ബ്ലോക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്ന് പെട്ടതാണ്. വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ റിസ്ക് എടുത്തിട്ട് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ പന്തീരങ്കാവ് ഇവിടെയൊക്കെ നമ്മളെ കേരളത്തിൻ്റെ തനതായ സംസ്കാരമൊക്കെ പിടിച്ചോന്ന രീതിയിലുള്ള ഫ്ലക്സുകളും ചെറിയ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥകളി തുടങ്ങിയ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാലമാണ്. പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ പഴയ 3 വരിയുടെ ഓൾറെഡി താറയും കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ആ പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പഴയ പാലത്തിലൂടെയാണ് നമ്മുടെ രാമനാട്ടുകര ആ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത 3 വരിയുടെ കോൺക്രീറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതായി താറിങ്ങിനുള്ള വർക്കാണ്. ഇനി നമ്മൾ സർവീസ് റോഡിലൂടെ പോയവരുടെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അതായത് ടോൾ പ്ലാസയുടെ തൊട്ട് മുന്നേ ഉള്ള ഒരു അണ്ടർ പാസേജാണ്. നമ്മൾ മുകളിൽ നേരത്തെ കണ്ട ബ്ലോക്ക് കണ്ടല്ലോ, ആ ബ്ലോക്ക് കണ്ടിട്ട് ആളുകൾ നേരെ മേപ്പം നോക്കി വന്നതാണ്. അപ്പോൾ ഇയാൾ റോഡ് നടുവിൽ നിർത്തിയിട്ടിട്ട് സത്യത്തിൽ വഴിതിരിയാഞ്ഞിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടതിന് ശേഷം നോക്കുകയാണ്. അപ്പോൾ ഈ സർവീസ് റോഡും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇടുങ്ങിയിട്ടാണ്. സത്യത്തിൽ ഒരു ബസ് വന്നാൽ, ഒരു ബസ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടോ, പിന്നെ ഒരു പട്ടിക്ക് അതിൽ നടന്നു പോകാൻ പറ്റില്ല. പട്ടി താഴെ കൂടി ഇറങ്ങിപ്പോയണ്ടോ, അതാണ് അവസ്ഥ. അത്രയും ഇടുങ്ങിയിട്ടാണ് സർവീസ് റോഡ്. ഒരു ബൈക്കിനൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ വാഹനം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സ്പേസ് മനസ്സിലാവുന്നുണ്ടോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സർവീസ് റോഡ് ഇത്രയും ഇടുങ്ങിപ്പോയതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ കൂടെ തന്നെ നമ്മളെ ഡ്രൈനേജിൻ്റെ സ്ലാബും സർവീസ് റോഡിൻ്റെ കൂടെയാണല്ലോ. വാഗാടാണ് ഈ ഡ്രൈനേജ് നിർമ്മിച്ചതെങ്കിൽ ബസ്സൊക്കെ ഇപ്പോൾ ആ കുണ്ടിനകത്ത് വീണിട്ടുണ്ടാവും, ഡ്രൈനേജിനകത്ത് വീണിട്ടുണ്ടാവും, പൊളിഞ്ഞിട്ട്, സ്ലാബ് പൊളിഞ്ഞിട്ട്. കാരണം പലയിടത്തും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിക്കോടി മുതൽ നന്ദി വരെ മാത്രം 10-20 സ്ലാബുകൾ അങ്ങനെ പൊട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഒരു ഇവിടെയൊക്കെ ആളുകൾ വന്നു, ആ ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ട് നേരെ സർവീസ് റോഡിലൂടെ വന്നതാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് സർവീസ് റോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്, ഡെഡ് എൻഡ് ആണെന്ന്. അപ്പോൾ ഒരുപാട് ബൈക്കുകാർ വന്നു, എല്ലാ ആളുകളും. ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല. അപ്പോൾ ആളുകൾ നോക്കാൻ, സത്യം പറയാൻ ഇവിടെ പാലത്തിൻ്റെ അടുത്തേക്ക് ഒരുപാട് ആളുകളൊക്കെ വെറുതെ വന്നിരിക്കുന്നുണ്ട്. വെറുതെ നാട്ടുകാർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബോർഡെങ്കിലും എഴുതി വെക്കാൻ പറ്റും. എന്തൊക്കെ പോസ്റ്ററുകളും അനാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഒരു വഴി തിരിയാഞ്ഞിട്ട് ആളുകൾ കഷ്ടപ്പെടേണ്ട എന്ന രീതിയിൽ ഒരു ബോർഡ് വെക്കായിരുന്നു. ഇവിടെയുള്ള ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് നേരെ റോഡിൻ്റെ താഴ്ഭാഗത്തേക്ക് വാഹനങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മളെ പന്തീരങ്കാവ് കാഴ്ച. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ലൈക്ക് ചെയ്യുക, അതെങ്കിലും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.